ഹായ്, നമുക്കിന്ന് ഒരു പാറിപ്പറക്കുന്ന ബട്ടർഫ്ലൈനെ ക്രിയേറ്റ് ചെയ്താലോ? അതിനായിട്ട് ആദ്യമേ പ്രൊജക്റ്റിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. ബട്ടർഫ്ലൈ. ഓക്കെ. ഇനി ഈ കാറ്റിന്റെ സ്പ്രൈറ്റ് വേണ്ട. നമ്മുടെ സ്റ്റേജിൽ ആക്ട് ചെയ്യുന്ന ഏതൊരു ആക്ടറിനെയും നമുക്ക് സ്പ്രൈറ്റ് എന്ന് പറയാം. സോ കാറ്റ് എന്ന സ്പ്രൈറ്റ് വേണ്ട, മറിച്ച് നമുക്ക് ബട്ടർഫ്ലൈനെ സെർച്ച് ചെയ്യാം. ബട്ടർഫ്ലൈ. ഇത് വേണോ നമുക്ക് ഇയാളെടുക്കാം അല്ലേ? ഇനി ഈ ബട്ടർഫ്ലൈനെ കുറച്ച് താഴെ പ്ലേസ് ചെയ്യാം. ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലോ? അതിനായിട്ട് ചൂസ് എ ബാക്ക്ഡ്രോപ്പ്. ബട്ടർഫ്ലൈക്ക് നമുക്ക് ഒരു ബ്ലൂ സ്കൈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ, ബട്ടർഫ്ലൈ സെറ്റായി. ബട്ടർഫ്ലൈനെ 10 സ്റ്റെപ്സ് മുന്നിലേക്ക് മൂവ് ചെയ്യിക്കണം. അതിനായിട്ട് വെൻ ഗ്രീൻ ബട്ടൺ ക്ലിക്ഡ്, ഇവന്റ്സിൽ വന്നിട്ട് വെൻ ഗ്രീൻ ബട്ടൺ ക്ലിക്ഡ്, റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബട്ടർഫ്ലൈ 10 സ്റ്റെപ്പ് മൂവ് ചെയ്യണം. ഓക്കെ, ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 10 സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളിൽ പോകാം. ഫോർ എവർ എന്ന ഈ ബ്ലോക്ക് ഉപയോഗിക്കാം. സോ എപ്പോഴും ബട്ടർഫ്ലൈ മൂവ് ചെയ്യണം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ, എഡ്ജ് ആകുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈ നിന്നു പോകുന്നു. അതിനായിട്ട് ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം. ഇഫ് ഓൺ എഡ്ജ് ബൗൺസ്. അയ്യോ, ബട്ടർഫ്ലൈ തിരിച്ചു വരുമ്പോൾ തല തിരിഞ്ഞു പോകുന്നു. നമുക്ക് ഇതിന് കറക്റ്റ് ചെയ്യാനായിട്ട് സെറ്റ് റൊട്ടേഷൻ സ്റ്റൈൽ കൊടുക്കാം, which is left to right. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ. ഇനി ഈ ബട്ടർഫ്ലൈ ചിറകൊന്നും അടിക്കുന്നില്ലല്ലോ, നമുക്ക് ചിറകടിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈയുടെ കോസ്റ്റ്യൂമിലേക്ക് ഒന്ന് എത്തി നോക്കാം. കണ്ടോ, 2 കോസ്റ്റ്യൂം ഉണ്ട് ബട്ടർഫ്ലൈക്ക്. ഒന്ന് ഇതും, ഒന്ന് ചിറക് തുറന്നു വെച്ചിട്ടുള്ളതും. സോ ഇത് രണ്ടും ഒരു ടൈം ഡിലേയിൽ ഉപയോഗിച്ചാൽ പറക്കുന്ന ഫീലിംഗ് കിട്ടും. അതിനായിട്ട് കോഡിംഗ് സെക്ഷനിലേക്ക് പോകാം. ശേഷം നമുക്ക് ലുക്സിൽ പോയി നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന ഈ കോഡ് ബ്ലോക്ക് ഉപയോഗിക്കാം. ഓക്കെ, സൂപ്പർ ആയിട്ട് നമ്മളുടെ ബട്ടർഫ്ലൈ പറക്കുന്നുണ്ടാകും. കോഡ് ഒന്നുകൂടെ നോക്കാം. ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്? 10 സ്റ്റെപ്സ് ബട്ടർഫ്ലൈ മൂവ് ചെയ്യുന്നു. എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ബൗൺസ് ചെയ്യുന്നു. റൊട്ടേഷൻ സ്റ്റൈല് ലെഫ്റ്റ് റൈറ്റ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ തല തിരിഞ്ഞായിരിക്കും നമ്മുടെ ബട്ടർഫ്ലൈ പറന്നു വരിക. സോ അതും കറക്റ്റ് ചെയ്തു. ദെൻ ബട്ടർഫ്ലൈയുടെ ചിറകടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കോസ്റ്റ്യൂം കൂടി ഉപയോഗിച്ചു. പക്ഷേ ഈ ചിറകടി ഭയങ്കര ഫാസ്റ്റ് ആയിട്ടല്ല വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോളിൽ പോയി കുറച്ചൊന്ന് സ്ലോ ആക്കി കൊടുത്താലോ? അതിന് വേണ്ടിയിട്ടൊരു 0.1 ആക്കി കൊടുക്കാം. സോ നോക്കട്ടെ. ആഹാ, ഇപ്പൊ നമ്മുടെ ബട്ടർഫ്ലൈ നല്ല അടിപൊളിയായിട്ട് പറക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.